ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ വിശേഷം എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ എൻ്റെ കുറേ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇല്ലേ, ഞാനിത് സൂറത്തിലെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ലോച്ചോ എന്ന് പറയുന്ന റെസിപ്പി ഉണ്ടാക്കാൻ കേട്ടോ പോയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ വിശേഷങ്ങളായിട്ട് പറയാം. അപ്പോൾ ഈ സൂറത്തിൽ ഗുജറാത്തിലൊക്കെ അവർ എന്തായാലും ബേസൻ്റെ ഐറ്റംസാണ് എന്ന് വെച്ചാൽ നമ്മുടെ കടലത്തോരൻ എന്ന് പറയുന്നില്ല, അതിൻ്റെ സാധനങ്ങളായിട്ട് ഉണ്ടാക്കാൻ അവർ ഭയങ്കരമായിട്ട് അവർ ഇഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും മലയാളികൾസ് അതത്ര ലൈക്കാവില്ല എന്ന് എനിക്ക് വിചാരം, എല്ലാവരല്ല, എന്നെപ്പോലത്തെ ആൾക്കാർ. അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ടില്ലേ 1 കപ്പ് കടലത്തോരനും കടലപ്പരിപ്പും തോരനല്ല കടലപ്പരിപ്പും 1/4 കപ്പ് ഉഴുന്ന് പരിപ്പുമാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന് ഞാനൊരു 5-6 മണിക്കൂർ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ഞാൻ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് ഇതിലേക്ക് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പോളം ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് ബീറ്റാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 7-8 മണിക്കൂറോളം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടാവില്ല എന്ന് വിചാരിക്കേണ്ടത്, നല്ല ഇഷ്ടപ്പെടുന്നു, പക്ഷെ ചൂടോടെ കഴിക്കണമെന്നില്ലേ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ അരച്ച് വെച്ചത്. എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കുക രാത്രിയാണ്. അപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പൊക്കെ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയാൽ പിറ്റേന്ന് കാലത്ത് നമ്മൾ എണിച്ചിട്ട് കിച്ചണിലോട്ട് ഇങ്ങനെ വരുമ്പോൾ കിച്ചൺ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ പാത്രങ്ങൾ നിരത്തി വെച്ച് അന്നത്തെ ദിവസം മൊത്തം പോക്കായിട്ടുണ്ടാവും, നമുക്ക് ഒരു ജോലിയിലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ലാതെ തന്നെ നമുക്കൊരു എന്തോ ഒരു ബാഡ് ഫീലിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും രാത്രി തന്നെ കിച്ചണിനെ ഒന്ന് നീറ്റാക്കിയിട്ട് തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കിച്ചണിലോട്ട് ഞാൻ ബൈ പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എനിക്ക് നമ്മൾ കിടന്നുറങ്ങാം. അപ്പോൾ പിറ്റേന്ന് കാലത്താണെങ്കിൽ ഒരുപാട് കറക്ക് പിടിച്ച സമയങ്ങളായി പോകും. അപ്പോൾ ഇത് ഒരു ദിവസം മുന്നേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച പനീർ കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പനീറും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പനീർ കറിയും ഇതില്ലേ നമ്മുടെ എന്താ പറയുക ഉണ്ണിയപ്പം പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ പൂവപ്പൊക്കെ ഉണ്ടാക്കുന്നില്ല, ആപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ മാവാണ് കേട്ടോ. ആ മാവിനെയാണ് ഞാൻ ഈ ഉണ്ണിയപ്പ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഈ പനീറിൻ്റെ കറി ഉണ്ടാക്കിയത്. പനീറും ഫ്രഷായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനത്തെ പനീർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പർ സൈഡ് ഞാൻ ചായ വെച്ച് കൊടുക്കാൻ ഇൻഡക്ഷനിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ചായ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ 2 കുട്ടികളായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ചായപ്പൊടിയൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കണ്ണ ചായ ഇവിടെ ആരും കുടിക്കാറില്ല, പക്ഷേ ഒരാൾക്ക് കണ്ണ ചായ നിർബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ അത് 1 ഗ്ലാസ് മാത്രമേ വെള്ളം വെച്ചിട്ട് ഞാനിങ്ങനെ ചായ തിളപ്പിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇവരെ കുട്ടികളൊന്നും സ്കൂളിലൊക്കെ വിട്ടിട്ട് വേണം എനിക്ക് രാത്രി ഞാൻ പകുതിയിൽ വെച്ചിട്ടുള്ള ജോലിനൊന്ന് തീർത്ത് കൊടുക്കാനും. അപ്പോൾ ഈ ലോച്ചോ ഉണ്ടാക്കുമില്ല, അതിനൊരു സ്പെഷ്യൽ മസാല അവർ റെഡിയാക്കുന്നുണ്ട്. ഇതിൽ ചില്ലിപ്പൊടി, പെപ്പർ പൊടി, ഹിങ്ക്, ഇത് പിന്നെ നമ്മുടെ സോൾട്ട്, ഇത്രയും പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അവരൊന്ന്, പിന്നെ ചാട്ട് മസാല അല്ലാന്നുണ്ടെങ്കിൽ ആംചൂർ പൊടി എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലോച്ചോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ സ്റ്റീം ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ലോച്ചോയുടെ ബാറ്റർ എന്നും പറയുന്നത് നമ്മുടെ ഡോക്ലയാണെങ്കിൽ തിക്ക് ബാറ്ററാണ്, പക്ഷേ ലോച്ചോയൊക്കെയാണ് നല്ല വെള്ളം പോലെ നല്ല ദോശ മാവിൻ്റെ പരിവലമായിട്ട് നല്ല തിന്നായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ ഈ മാവിലോട്ട് കുറച്ച് ഹിങ്ക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. നല്ല തിന്നായിട്ടുള്ള ദോശ ബാറ്ററാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശ ബാറ്റർ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിൽ നെയ്യൊക്കെ തടവി കൊടുക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് സ്റ്റീമാൻ വെക്കണം. ഇത് അധികം സമയമൊന്നുമില്ല, നല്ല തിന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് മാത്രമേ ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതി. ഇത് സ്റ്റീം എന്ന് വെച്ചാൽ നല്ല കട്ടിക്ക് നല്ലൊന്ന് കുക്കായിട്ട് കിട്ടില്ല, സെൻറ്ററിലൊക്കെ ചെറുതായിട്ടൊരു എന്താ പറയുക ഒരു ലൂസായിട്ട് തന്നെ ഉണ്ടാവുക. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കുക്കിംഗ് രീതി. പിന്നെ ബാക്കി വന്ന മാവിനയിൽ ഞാനൊരു വലിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ മൊത്തം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മിനിറ്റ് വരെ മാത്രമേ ഞാൻ ഇൻഡക്ഷനിൽ കുക്കാക്കിയിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചൂടോടെ കഴിക്കണം കേട്ടോ. തണിഞ്ഞ ഇതത്ര നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. തണിഞ്ഞ ആ ഒരു ബേസിൻ്റെ ആ ഒരു മണമില്ല, അത് ഇങ്ങനെ
കുത്തിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മലയാളികൾ അത്ര കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, പക്ഷേ ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലില്ലേ ഈ നമ്മൾ സ്പെഷ്യൽ മസാല റെഡിയാക്കി വെച്ചിട്ടില്ല അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടറോ ഗീയോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി, മല്ലിപ്പൊടി, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചൂടോടെ ഇങ്ങനെ കോരി കഴിക്കുക. അതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കാണുമ്പോൾ എനിക്ക് കഴിക്കണം തോന്നി. അവർ ചീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടോടെ ഇട്ട് കഴിക്കുമ്പോൾ ചീസൊക്കെ മെൽട്ടായിട്ട് കിട്ടൂലേ, അങ്ങനെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവർ പറയുന്നത്. റിവ്യൂസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി അവർ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. പക്ഷേ ഞാൻ 2-3 പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഒരു പ്ലേറ്റ് ആണെങ്കിൽ എനിക്ക് ചൂടോടെ കഴിച്ച് തീർക്കാൻ പറ്റി. പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ റെഫർ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കൂ എന്നില്ലിട്ട്. ബേസൻ ഐറ്റം ആർക്കൊക്കെ ഇഷ്ടമാണ് അവർക്ക് ഇത് ട്രൈ ആക്കാം. പിന്നെ വെയിറ്റ് ലോസ് ആയിട്ട് നമ്മളിങ്ങനെ ഡയറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ കഴിക്കുന്നത്, എല്ലാത്തിനും ഡയറ്റിങ്ങിൽ നല്ല റെസ്ട്രിക്ഷനൊക്കെ വെക്കും. പക്ഷേ ഇത് കഴിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബേസന് വെയിറ്റ് ലോസിങ്ങിൽ അത് കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയില്ല, ഞാനിങ്ങനെ കുറേ ഡയറ്റിങ് പ്ലാനിങ് ഒക്കെ സെർച്ച് ആക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. അവർക്കൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ, ഇപ്പം ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ലൊരു ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ലഞ്ചോ അങ്ങനെ ആക്കിയിട്ട് കഴിക്കാം. ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഈ മസാല ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ബാക്കി 2 മക്കളെ കൊണ്ട്, നസനെ കൊണ്ട്, നൂറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ നസ നിഹാലിനെ കൊണ്ട് നൂറ് കഴിച്ചിട്ടില്ല. അവൾക്ക് നിങ്ങൾ എന്തെല്ലോ കഴിക്കുക, അവൾക്ക് പൊട്ടാറ്റോ മാഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത് കഴിച്ച് നിനക്ക് ഞാൻ പിറ്റേ ദിവസം പൊട്ടാറ്റോ മാഷ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവൾ എൻ്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പം ഞാനിന് വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ പനീർ കറി ഒരു ദിവസം മുന്നേ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി. പനീർ കറിയിൽ പനീരില്ലെങ്കിലും കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് മാഷും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മാഷാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടേറ്റോ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. എന്നിട്ട് ഇതിലേക്ക് സോൾട്ടഡ് ബട്ടർ ചേർത്ത് നല്ലോണം ഇതുപോലെ ഒന്ന് മാഷ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ലിക്വിഡ് ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പാൽ ചേർക്കുക കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം. അത് നിങ്ങൾ പൊട്ടാറ്റോയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പാൽ ചേർത്തിട്ടുണ്ട്. പാൽ ചേർക്കാതെയാണ് നല്ലോണം ടേസ്റ്റ്, കുറച്ച് അധികം ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പാൽ ചേർത്ത് ഒരു ലിക്വിഡ് ഫോമിലായിട്ട് കിട്ടും. അങ്ങനത്തെ ഞാൻ നല്ലോണം ഒന്ന് മാഷ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മാഷ് കുറച്ച് അധികം നേരം തന്നെ സമയം എടുത്തിട്ട് തന്നെ മാഷ് ആക്കണം കേട്ടോ, എന്നാൽ ആ ഒരു ടെക്സ്ചറൊക്കെ ഇതിൽ കിട്ടും. അങ്ങനെ ഇത് ഇനി സെപ്പറേറ്റ് ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ആക്കാം. നല്ല നീറ്റായിട്ട് തന്നെ സ്പാച്ചിൽ കൊണ്ടൊന്ന് നീറ്റാക്കിയിട്ട് ഇങ്ങനെ ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേറെ ഒന്നും വേണ്ടി ഇങ്ങനെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ടിഫിനില്ല, ഇന്ന് സാറ്റർഡേ ആണ്, നമുക്ക് ഉച്ച വരെയാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ ഇത് പനീർ കറിയും പൊട്ടാറ്റോ മാഷും ചപ്പാത്തിയുമാണ്. പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോസ് ആണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ആക്കണമെന്ന് ഞാൻ അത്രയ്ക്ക് നിർബന്ധിച്ചിട്ട് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി എനിക്ക് സപ്പോർട്ടാവും. എനിക്ക് പിന്നെ മോട്ടിവേഷനായിട്ടൊക്കെ കിട്ടും കേട്ടോ. വീഡിയോസ് ഉണ്ടാക്കാൻ നല്ലൊരു ഇൻസ്പിറേഷനും കൂടി ആവും. ആ സബ്സ്ക്രൈബർ ഉണ്ടല്ലോ, ലൈക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കിതൊന്നും അധികം ഇല്ല കേട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കുക എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണമെന്ന് അത്ര റെഫർ ചെയ്യുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ആക്കാം. ഇനി പനീറിലാണോ മാഷിലാണോ ടേസ്റ്റ് ആവുക എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നമുക്ക് ആലോചിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് രണ്ടിലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പനീർ കറിയിലും നല്ല ഇഷ്ടമാവുന്നുണ്ട്, മാഷിലും ഇഷ്ടമാവുന്നുണ്ട്. അപ്പോൾ ടേക്ക് കെയർ. താങ്ക് യു.